ഞാൻ പെട്ടെന്നൊരു ദിവസമാണ് കേട്ടോ കുക്കിംഗ് ചെയ്തു തുടങ്ങിയത്. അപ്പോൾ അത് ചെയ്തു തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജ് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇൻറ്റേൺഷിപ്പിൻ്റെയൊക്കെ ആ ഒരു സമയത്ത് ജസ്റ്റ് വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കുക്കിങ്ങിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചില്ല ഇത് ഇങ്ങനെ നമ്മൾ ഇടതടവില്ലാണ്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണെന്നുള്ളത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് വെച്ചടി കയറ്റെന്ന് പറയുന്ന പോലെ ഞാൻ എല്ലാ ഭക്ഷണവും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കണ്ടതൊരു 3-4 മിനിറ്റ്സിൻ്റെ ഉള്ളിലൊരു കേക്ക് ഉണ്ടാക്കിയതാണ്. അതൊരു ഹെൽത്തി കേക്കായിരുന്നു. വീറ്റ് ഫ്ലോറും പിന്നെ അതായത് ഗോതമ്പ് പൊടിയും ശർക്കര പാനിയും കൂടി ചേർത്തിട്ടുണ്ടാക്കിയൊരു കേക്കായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം കണ്ടത് ഒരു ചക്ക ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ആവിയിൽ സ്റ്റീം ചെയ്തിട്ട് പഴുത്ത ചക്കയാണ്. അപ്പോൾ അത് ആവിയിൽ സ്റ്റീം ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് ഫ്രീസറിൽ വെച്ചതായിരുന്നു. പിന്നെ അതിലേക്ക് അരിപ്പൊടിയും അത് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് അരിപ്പൊടിയും തേങ്ങയും ജീരകവും ഒക്കെ ചേർത്ത് ചക്കപ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ സ്റ്റീം ചെയ്ത് എടുത്തു കേട്ടോ. അപ്പോൾ തുത്തുക്കുട്ടിക്ക് ചക്കയോടൊന്നും വലിയ താല്പര്യമില്ല, പക്ഷേ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്ക. ഒരു ചക്ക മുഴുവനും ഞാൻ ചിലപ്പോൾ ഇരുന്ന് കഴിച്ചു എന്ന് വരും. അങ്ങനെയാണ്. അപ്പോൾ ഈ ചക്കപ്പൊക്കെ ഉണ്ടാക്കിയപ്പോൾ ആൾക്ക് ഇഷ്ടമായി. പിന്നെ ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്കപ്പം. അപ്പോൾ ഞങ്ങൾ ചക്കപ്പം കട്ടൻ ചായയൊക്കെ കൂടെ കുടിക്കാനായിട്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞാൻ ഈ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ആക്ച്വലി എൻ്റെ ലൈഫിലെ ചെറിയ ക്ലിപ്സാണ് കേട്ടോ. ഒന്നും ഒരു ഫുൾ വീഡിയോ അല്ല, ഞാൻ പലപ്പോഴായിട്ട് എടുത്ത് എൻ്റെ ഫോണിൽ സൂക്ഷിച്ചിരുന്ന വീഡിയോസാണ് കേട്ടോ. ഇത് കാഷ്യൂനട്ട് റോസ്റ്റ് ചെയ്യണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനത് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് ബീഫ് ഉലർത്തിയതാണ്. നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു മെയിൻ ഐറ്റം തന്നെയാണിത് കേട്ടോ. എനിക്കറിഞ്ഞൂടാ, ഞാൻ എപ്പോൾ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴും ബീഫ് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരാറുണ്ട് കേട്ടോ. പിന്നെ ഒരു 1-2 ആഴ്ചത്തേക്ക് ഭയങ്കര ബിസി ആയിരിക്കും. നമ്മൾ കൊണ്ടുവന്ന ഡ്രസ്സുകളും അത് അടുക്കി പെറുക്കുക, പിന്നെ ഡ്യൂട്ടിക്ക് പോകുന്നതിൻ്റെയൊക്കെ ഒരു തിരക്ക്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബാലൻസ് ചെയ്യാൻ ഒരു കറി എന്തെങ്കിലുമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ വല്ല ചപ്പാത്തിയോ ദോശയോ അങ്ങനെയൊക്കെ അതിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുമല്ലോ. അതാണ് മെയിൻലി ഇത് കൊണ്ടുവരാൻ കാരണം. പിന്നെ മിക്കപ്പോഴും ഏട്ടൻ രാത്രി ക്രിക്കറ്റ് കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല കേട്ടോ എന്തുണ്ടാക്കി കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന ഒരു കാര്യമാണ് സവോളയൊക്കെ വഴറ്റിയിട്ട് മുട്ടയൊക്കെ ചിക്കി പൊരിച്ച് ബ്രെഡും കൂടെ കൊടുക്കുന്നത്. ബ്രെഡ് അങ്ങനെ എപ്പോഴും നമ്മൾ വാങ്ങാറില്ല, പക്ഷേ വാങ്ങിക്കുകയാണെങ്കിൽ മിക്കപ്പോഴും ഞാനിങ്ങനെ രാത്രിയിൽ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കഴിക്കുമ്പോഴൊക്കെ എന്നോട് പറയാറുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു ഫീലാണെന്നൊക്കെ ഇടയ്ക്ക് എന്നോട് പറയാറുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം ഇത് ശീലമായതുകൊണ്ട് ഇപ്പം പറയാറില്ല, അത് വേറൊരു കാര്യം. പിന്നെ ഞങ്ങളിങ്ങനെ ബ്രെഡ് വാങ്ങിക്കുമ്പോഴേ മിൽക്ക് ബ്രെഡാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത്. പക്ഷേ എല്ലാവരും പറയുന്നു വീറ്റ് ബ്രെഡാണ് ഹെൽത്തി. എനിവേ ബ്രെഡ് അത്ര ഹെൽത്തി ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഞാനുണ്ടല്ലോ വീട്ടിലിടയ്ക്കിടയ്ക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴൊക്കെ ചിക്കൻ ഞാൻ അതിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്നെങ്കിൽ ഫ്രൈ ചെയ്തിട്ടിട്ട് അതിലങ്ങനെ മിക്സ് ചെയ്തെടുക്കാറാണ്. അപ്പോൾ ഒരു ദിവസം എനിക്ക് തോന്നി ഒരു ഡ്രാഗൺ ചിക്കനൊക്കെ പോലെ ഉണ്ടാക്കിയാലോ എന്ന്. പക്ഷേ എനിക്കതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊന്നും നോക്കാനുള്ളൊരു ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നിപ്പോൾ എല്ലാം യൂട്യൂബിൽ നമുക്ക് അവൈലബിൾ ആണല്ലോ. പക്ഷേ ഞാനത് എനിക്ക് ആ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഒരു ½ ആൻ അവറിൻ്റെ ഉള്ളിൽ ഈ ഫുഡ് അവർക്ക് കൊടുക്കണമായിരുന്നു. കാരണം ഏട്ടനും മോനും നല്ലോണം വിശക്കുന്നുമുണ്ട്. പിന്നെ പെട്ടെന്ന് മോനെ കിടത്തി ഉറക്കാനുള്ളതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ എന്നെ തന്നെ പുകഴ്ത്തുന്നതല്ല, ഇവർ കഴിച്ചിട്ട് എന്നോട് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ചിക്കൻ ജസ്റ്റ് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് മസാലയെ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. തുത്തുകുട്ടിയൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഇപ്പം വളരെ മസാല കുറവാണ്. പിന്നെ അത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്തു. ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് പിന്നെ ഞാനതിൽ സവോളയും വേറൊരു പാത്രത്തിൽ സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കൂടെ അരിഞ്ഞിട്ടു. പക്ഷേ ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനുള്ളത് കൊണ്ട് ഓണം പോലെ സവോളയൊക്കെ വെട്ടി അരിഞ്ഞിട്ടു കേട്ടോ. പിന്നെ ഇതിനൊരു ഫ്രൈഡ് റൈസ് എന്ന് പറയാൻ പറ്റില്ല, വെജിറ്റബിൾസൊക്കെ കുറവായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമേ.